എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു പൈൽ റീഡിങ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് 2 പൈലൂടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കുങ്കുമച്ചപ്പാണ്, ഒന്നൊരു കോയിനും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിലേതാണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് വേണോ ഇത് വേണമെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് ദയവായിട്ട്. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് തന്നാൽ നിങ്ങളുടെ ജാതകം കൂടി നോക്കി തരാം കേട്ടോ. അപ്പോൾ ഏത് കാര്യത്തിന് വേണമെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. നിങ്ങൾ വിവാഹത്തിൻ്റെ കാര്യത്തിനോ ഏത് കാര്യത്തിന് വേണമെങ്കിലും നോക്കാം. ജോലി തടസ്സമോ എന്ത് വേണമെങ്കിലും നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൂടി തന്നാലേ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് ഞാൻ നോക്കി തരാം കേട്ടോ. ഓക്കെ. യൂണിവേഴ്സ് യൂണിവേഴ്സിന് ഈ ആഴ്ചയിൽ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കുങ്കുമച്ചിപ്പ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ എവിടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയണത് കേട്ടോ. ഏതെങ്കിലും രീതിയിൽ പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്ത പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ടൊരു സാധ്യത കേട്ടോ. നല്ല വാർത്തകളൊക്കെ കേൾക്കാം. ഈ ആഴ്ചയിൽ നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. പുതിയൊരു കോഴ്സിലൊക്കെ ചേരാനായിട്ടൊരു സാധ്യതയുണ്ട്. നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ആദ്യം സാലറി കിട്ടി, അങ്ങനെയൊക്കെ ഒരു സാധ്യത. പിന്നെ ബിസിനസ്സിലാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ആണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയിൽ നല്ല ഗുണമാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാത്തിനും നിങ്ങൾ സ്വയം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. വെറുതെ എല്ലാത്തിനും സ്വയം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് മടിച്ച് ചിന്തിച്ച് നിൽക്കാതെ ഇനി നല്ല നല്ല അവസരങ്ങളൊക്കെ നേടിയെടുക്കണം. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾ വെറുതെ സംശയിക്കുക. ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണക്കമുണ്ടാവുക, വെറുതെ സംശയിക്കുക, വഴക്ക്, പിണക്കം, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. വലിയ ആവശ്യമുള്ള കാര്യത്തിനൊന്നും അല്ലാതെ ചെറിയ ചെറിയ കാര്യത്തിന്. പിന്നെന്താ വന്നേക്കെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എന്തൊരു ഒരു അബണ്ടന്റ് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഇനി നല്ലതാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഇനി നല്ല പ്രോഫിറ്റ് കിട്ടും. എല്ലാ കാര്യത്തിനും നമുക്ക് വിജയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നല്ല ഈശ്വരാധീനം ഒരുപാട് ഉള്ള ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയണത് കേട്ടോ. ഒരുപാട് ഈശ്വരാധീനം ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഇനി നിങ്ങൾ ഒരു സ്റ്റാറായി തിളങ്ങാൻ പോകുമെന്നാണ് പറയണത്. ഒരു
ഇനി ഒന്നിനും പേടിയില്ലാതെ, ഒന്നിനെ കുറിച്ചൊരു വേവലാതിയില്ലാതെ, ഒരു പേടിയില്ലാതെ ഒരു പുതിയൊരു പേഴ്സൺ ആവാൻ പോകണമെന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാം. ഇനി ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഭാഗ്യമൊക്കെ വരാൻ പോകുന്നു. വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ഒരു ശാന്തതയാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടാ. ലൈഫിൽ ഒരു വലിയൊരു പ്രോബ്ലം നടന്നതിന് ശേഷം ഉള്ള ഒരു ശാന്തത. ഇനിയൊരു സ്റ്റാർ ആവാൻ പോകണമെന്നാണ് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പുതിയ പ്രതീക്ഷകളും എന്തായാലും ലൈഫിൽ നല്ലതാണ് ഇനി വരാൻ പോകുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലും നല്ലതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താ പറയാ, നല്ലൊരു ഒരു ബന്ധത്തിനുള്ളൊരു പുതിയൊരു ബന്ധത്തിനുള്ള നല്ലൊരു തുടക്കം. ഇനി എല്ലാ കാര്യത്തിലും വിജയം. ഇതൊരു പ്രണയത്തിന്റെ കാർഡാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഈ ആഴ്ച നല്ല പുതിയ പ്രണയങ്ങളെ വരെ വളരെ എന്താ പറയാ, പവിത്രമായ ഒരു പ്രണയമായിരിക്കും എന്നാണ് പറയുന്നത്. വളരെ ദൃഢമായ നല്ലൊരു ബന്ധം നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സന്തോഷവും ആരോഗ്യവും എല്ലാം ഈ ആഴ്ചയിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ബിസിനസ്സിലായാലും വളരെ പുരോഗതിയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത്. പിന്നെന്താ, ആരോഗ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ വളരെ നന്നായിരിക്കും, അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു എന്താ പറയാ, വളരെ ശക്തമായ ആദർശവാദിയായ ഒരു വ്യക്തിയാണെന്നൊക്കെ തോന്നും. പിന്നെ നിങ്ങൾക്ക് എന്താ, ഒരു കിങ് ഓഫ് സോർട്സ് ഉണ്ട് അല്ലേ, കിങ് ഓഫ് സോർട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരും. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇത്തിരി എന്താ അധികാരമുണ്ട് അങ്ങനെയൊക്കെ തോന്നും മറ്റുള്ളവർ കാണുമ്പോൾ. ഇനി സർക്കാരുമായിട്ടോ സൈന്യമായിട്ടോ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കാനൊരു സാധ്യത, അങ്ങനെ അതിൽ ജോലി കിട്ടേ. വളരെ ജാഗ്രതയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. വളരെ അധികമൊക്കെ ചിന്തിച്ചതിന് ശേഷമൊക്കെ ഏത് കാര്യത്തിനായാലും ഒരു തീരുമാനം എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നേതൃത്വം, തന്ത്രം, വൈദഗ്ധ്യം, എല്ലാ മാറ്റങ്ങളും നവീകരിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. എന്താ പറയാ, വളരെ സ്ട്രോങ് ആണ് നിങ്ങൾ. അതാണ് നിങ്ങൾ ഇത് ഈ കുങ്കുമച്ചെപ്പ് സെലക്ട് ചെയ്തവരുടെ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഈ കോയിൻ സെലക്ട് ചെയ്തവരുടെ എന്താണെന്ന് നോക്കാം കേട്ടോ. കോയിൻ സെലക്ട് ചെയ്തവര് ഒരു എന്താ പറയാ, ഒറ്റപ്പെടൽ പോലെ, ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിനെ പോലെ തോന്നുന്നു. ഒരു ശക്തമായ വളരെ ശക്തമായിട്ടുള്ള ഒരു ലേഡി, ലേഡിയിൽ ശരി വളരെ ശക്തമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ തോന്നും ഇത്തിരി ഗൗരവമുള്ളതാണെന്നൊക്കെ തോന്നും. ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവര് മാറി നിൽക്കുക, പിണങ്ങി മാറി നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ഒരു മാറി നിൽക്കുന്ന ഒരു ലേഡിയാണെന്നാണ്, ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടാ. വളരെ സ്ട്രോങ് ആണ്, സ്വന്തം കഴിവിൽ തന്നെ വളരെ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്, വളരെ മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെന്താ, ഒരു ഇനി എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് ഇനി കേട്ടോ. ഒരു ആഘോഷമൊക്കെ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. പിന്നെ നിങ്ങൾക്ക് എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങള്, ചില സംഘടനകൾ ഉണ്ടാവാം. പിന്നെന്താ, ഒരു നിലവിലുള്ള ബന്ധമൊക്കെ ഇനി നല്ല രീതിയിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പ്രയാസത്തിലാണ് നിങ്ങളുടെ റിലേഷനിൽ ഇരിക്കുന്നത്. കുറച്ച് മാനസികമായിട്ട് കുറച്ച് ഇമോഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അത്. ഉള്ളിൽ കുറെ പ്രയാസങ്ങളും, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിങ് കിട്ടേ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷനിൽ കുറച്ച് ദുഃഖമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണത് എന്നാണ് പറയണത് കേട്ടാ. അത് പിന്നെന്താണ്, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടാൻ പോകുന്നുണ്ട് ഇനി ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന്
കുറച്ച് മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇനി സാഹചര്യങ്ങൾ കുറച്ച് മെച്ചപ്പെട്ട് വരാൻ പോകുന്നു. സമാധാനവും ഐക്യമൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പ്രയാസമാണ് നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഇപ്പൊ കുറച്ച് പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. ഇനി എന്തായാലും നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. ഇനി ഒരു ഐക്യമൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഒരു മികച്ച ഭാവിയിലേക്ക് പോകുന്നാണ് പറയണത്. ഇപ്പൊ വിദേശത്തൊക്കെ പോകാൻ അവർക്ക് വിദേശ യാത്രയൊക്കെ സാധ്യമാവാൻ പോകുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് ഇനി ശാന്തി, എല്ലാത്തിനും രോഗത്തിന് എന്തെങ്കിലും അസുഖങ്ങളുടെ അതിന് ശാന്തി വരാം. എല്ലാ കാര്യങ്ങൾക്കും ഇനി പുരോഗതി വരുന്നു. ഇനി നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ വേദനകളും എല്ലാം മറന്ന് നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു ആഘോഷമൊക്കെ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. പഴയ സുഹൃത്തിനെയൊക്കെ കണ്ടുമുട്ടിയിട്ട് നല്ല സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരണു, റീയൂണിയൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു പുനഃസമാഗമം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഇത് സെലക്ട് ചെയ്തവർക്ക്. അപ്പൊ ഇന്നത്തെ റീഡിങ് ഇതോടെ അവസാനിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരും റീഡിങ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് തന്നാൽ നിങ്ങളുടെ ജാതകം കൂടി നോക്കി തരും. ഇതിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ.